ഞാൻ ഇവിടെ വരാറുണ്ട്. ഇന്ന് വന്ന് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനായിരുന്നു. വന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും പിന്തുണയെല്ലാം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കർട്ടസി കോളായിട്ട് കണ്ടാൽ മതി. എന്തിൻ്റെ ഉറപ്പ്? അതിനല്ല, ഞാനൊരു കർട്ടസി, ഒരു അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം എടുക്കാനും വന്നു, സംസാരിച്ചു, പോകുന്നു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല. ഇത് ഇന്ന് NDA മീറ്റിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇത് ആദ്യത്തെ ഒരു NDA ഘടകത്തിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ലോക്സഭയിൽ നടന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോണാണ്. അതിനെപ്പറ്റിയും ചർച്ച ചെയ്യും NDAയിൽ. അതുകൊണ്ട് എനിക്ക് ഒരു പോയിൻ്റ് പറയാൻ ആഗ്രഹം. ഇവിടെ ചില പാർട്ടികൾ ഇങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് മുൻപത്തെ ജനങ്ങൾക്ക് അത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ആവില്ല എന്ന്. ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇത് മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹരിക്കാനുള്ളൊരു ബില്ലാണ്. അതുകൊണ്ട് ഒരു ഡൗട്ടും ഇടാൻ പാടില്ല. മുൻപത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം, അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്തോ ഇതിനെ പറ്റിയോ? ഇല്ലല്ല. അല്ല, നമ്മൾ കണ്ടല്ലോ ഇന്നലെ അവർ കോൺഗ്രസ് എന്നും പറഞ്ഞ കോൺഗ്രസും ഇന്ത്യ അലയൻസിൽ CPM-ഉം അവരുടെ ഒരു അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സ് ഇന്നലെ എക്സ്പോസ് ആയല്ലോ. അവരിങ്ങനെ ഒരു നാണമില്ലാത്തൊരു നുണയും പറഞ്ഞ് ഈ ആർട്ടിക്കിൾ മറ്റേ ആർട്ടിക്കിൾ വയലേഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞ് അതെല്ലാം ഒരു നുണയാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മുനമ്പത്തെ ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല അവരുടെ ഒരു കടുമ. അത് ഇന്നലെ അവർ ചെയ്തില്ല. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അത് ചോദിച്ചാൽ അത് അവർ ചെയ്യുന്ന 20-30 കൊല്ലമായിട്ട് ഒരു അപ്പീസ്മെൻറ്റ് രാഷ്ട്രീയം, അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. രാജ്യത്തിലെല്ലാവരും 3 മണി വരെ ഇന്നലെ ലോക്സഭാ ഡിബേറ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായത് ആ ഒരു രാഷ്ട്രീയം ഇന്ന് മുതൽ ഇവിടെ നിർത്തണം. ഒരു വികസനത്തിന് ഒരു പുതിയ അതിൻ്റെ ഒരു ആരംഭം ഇന്ന് തുടങ്ങണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എല്ലാവരോടും. അത് അവരോട് ചോദിക്കണം. ഇന്നലത്തെ ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഒരു തെളിവ് കിട്ടിയല്ലോ. മുൻപത്തെ ജനങ്ങൾക്ക് ശരിക്കും ഒരു റിയൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ, അവരുടെ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടീൻ്റെ ഒരു നല്ലൊരു ശരിക്കൊരു റിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നതും ആരാണ് പാർലമെൻറ്റിലും നോളയും ഒരു ആലിബൈ ഉണ്ടാക്കിയിട്ട് ഒളിച്ചു പോകുന്നതും അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വഖഫ് ഭേദഗതി ബില്ലും മുനമ്പം വിഷയവും ഒന്ന് തന്നെയാണെന്നാണ് BJP-യുടെ? അല്ല, BJP-ൻ്റെ അല്ല, എല്ലാവരുടെയും അതല്ലേ. ഇത് വ്യത്യസ്ത വിഷയങ്ങളല്ല. എങ്ങനെയാണ് രണ്ട് ഡിഫറെൻറ്റ് നിയമ നടപടികളും അതിൻ്റെ നടപടിക്രമങ്ങളും വ്യത്യസ്ത. ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. 365 ആർട്ടിക്കിൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ആ റൈറ്റിന് ഇതുവരെ വഖഫ് ബിൽ കോൺട്രവീൻ ചെയ്തായിരുന്നു. 1995 അമെൻഡഡ് വഖഫ് ആക്ട്. അതിനെ കോൺസ്റ്റിറ്റ്യൂഷന് കൂടെ അലൈൻ ചെയ്യാനും മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹരിക്കാൻ ഈ ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ലിൻ്റെ ഇഫക്റ്റാണ് മുൻപത്തെ ജനങ്ങളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടീൻ്റെ അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ക്രൈസ്തവർക്കിടയിൽ വലിയൊരു വോട്ട് സ്വാധീനം ഇതോടുകൂടി അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. രാഷ്ട്രീയം പ്രതിഫലിക്കുമോ കേരളത്തിൽ? നോക്കൂ, ഞങ്ങളുടെ രാഷ്ട്രം ആദ്യം മുതൽ ഇന്ന് വരെ നാളെയും മറ്റന്നാളും ഒരേ സമാനം എല്ലാവരോടും കൂടെ നിന്ന് എല്ലാവർക്കും വേണ്ടി ഒരു വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയാണ് BJP. അതൊരു 2014 മുതൽ ഇന്ന് വരെ. മറ്റോരാണ് ഇങ്ങനെ ടേണും സമ്മർ സോൾട്ടും എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞിട്ട് അവരുടെ പൊസിഷനെല്ലാം ചേഞ്ച് ചെയ്യുന്ന പാർട്ടികളാണ് ഇന്ത്യ അലയൻസിലെ കോൺഗ്രസും CPM-ഉം. ഞാൻ പിന്തുണ ലഭിച്ചു എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അനുഗ്രഹവും പിന്തുണ
അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ വ്യത്യാസമുണ്ട്. സംസ്ഥാന അധ്യക്ഷനാവുമ്പോൾ NSSന്റെ ഒരു പിന്തുണ ഈ തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഒരു വികസിത കേരളത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ 20-30 കൊല്ലമായിട്ട് നമ്മുടെ പരാജയപ്പെടുത്തിയ ഈ കോൺഗ്രസും CPMൻ്റെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് നമുക്കൊരു പുതിയ ഡയറക്ഷൻ, ഒരു പുതിയ മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ എല്ലാവരോടും, എല്ലാ സമുദായം, എല്ലാ മതവും, എല്ലാ യൂത്തും, എല്ലാ സ്ത്രീകളോടും ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. കേരളത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ താല്പര്യവും ഞങ്ങളുടെ ഒരു ദൗത്യവും. ഈ